ഇത് വലിയ തിരിച്ചറിവിന്റെ സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെയാണ് തിരിച്ചറിവ് വേണ്ടത്. വിലപേശി വാങ്ങിയ സീറ്റുകളിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കും? നിങ്ങളുടെ പെർഫോമൻസ് എന്തായിരുന്നു? BJP 80 എന്ന മാർക്കിൽ തൊട്ടിരിക്കുന്നു, JDU 70 എന്ന മാർക്കിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ LJP നമ്മുടെ ചിരാഗ് പാസ്വാൻ, അതെ, അദ്ദേഹം അവർ 8ലേക്ക് വന്നിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച നമ്മുടെ ജിതിൻ റാം പഴയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പാർട്ടി 1ലേക്ക് വന്നിരിക്കും. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ RJD 59 എന്ന നിലയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല, നിൽക്കുകയാണ്. കോൺഗ്രസ് 9 സീറ്റ് എന്ന പ്രദേശത്ത് നിൽക്കുന്നു, ഇടതു പാർട്ടികൾ ബാക്കിയുള്ള സീറ്റുകളിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയ തിരിച്ചറിവിന്റെ സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെയാണ് തിരിച്ചറിവ് വേണ്ടത്. വിലപേശി വാങ്ങിയ സീറ്റുകളിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കും? നിങ്ങളുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നത് ചോദ്യമല്ലേ? നിങ്ങൾക്ക് ഇല്ലാത്ത ശക്തി പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സീറ്റ് വിലപേശി വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ തവണയും പഠിച്ചില്ല. അത് ഈ മഹാസഖ്യത്തിൻ്റെ ഒരു ഗതികേട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി തെറ്റിപ്പറിഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നറിയാം. അതുകൊണ്ട് കൊടുക്കുന്നതാണിത്. അപ്പോൾ അതൊക്കെ കൃത്യമായി മുതലെടുത്തു. അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പ്രാക്ടിക്കൽ സിനാറിയോ മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയെന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞ പോലെ ഈ 404 സീറ്റ് പണ്ട് നേടിയതിൻ്റെ തഴമ്പിൽ നിന്ന് നിങ്ങൾ എന്ന് പുറത്തു വരുന്നോ അന്നേ എന്താ പറയുക, രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഗതി പിടിക്കത്തുള്ളൂ എന്ന് നാട്ടിലൊക്കെ പറയാറുണ്ട്.